ഹൈ ഓൾ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. സോ നമ്മളെ +2 മാത്സിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഫൈനലി എല്ലാവരും വന്നിരിക്കുന്നത് എക്സാമിന്റെ ആൻസർ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ എഴുതിയ ആൻസർ തന്നെയാണോ മിസ് പറയുന്ന ആൻസർ എന്ന് പരിശോധിക്കണമല്ലോ നമുക്ക്, അല്ലെ? ഒബ്വിയസ്ലി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഉഷാറായിട്ട് അതിലേക്ക് കടക്കാം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് മക്കൾ ഇത്രയും രാത്രി ലേറ്റ് ആയിട്ടൊക്കെ ഇരുന്ന് പഠിച്ച് നല്ല രീതിക്ക് വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് എക്സാമിന് പോയിട്ടുണ്ടാവാന്ന് അറിയാം. സോ എക്സാം എന്തായാലും കഴിഞ്ഞു. അപ്പൊ അടുത്ത എക്സാം എന്ത് ചെയ്യുക, ഉഷാറാക്കാൻ വേണ്ടി നോക്കുക. ഒരുപാട് എന്ത് ചെയ്യേണ്ട, ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സാം എഴുതി കഴിഞ്ഞല്ലോ നമ്മൾ എന്തായാലും. സോ ഇത് ഓണം എക്സാം ആണ്, അതിന്റെ ഒരു ഇതിൽ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. സോ നമുക്ക് റിവ്യൂ നോക്കുന്ന സമയത്ത്, എക്സാമിന്റെ റിവ്യൂ എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഈസി എന്ന് പറയുന്നുണ്ട്, കുറച്ച് പേർക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, പേപ്പറിലേക്ക് നോക്കാം, അല്ലെ? സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു മക്കളെ? ആദ്യത്തത് നമുക്ക് 3 മാർക്കിന്റെ സെഷൻ ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 6 ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്താൽ മതിയായിരുന്നു. മിസ് എല്ലാത്തിനെയും ആൻസർ കേസ് പറഞ്ഞു പോവാം. ഒരുപാട് എന്ത് ചെയ്യുന്നില്ല, വലിച്ചു നീട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആൻസർ കേസ് ആയിരിക്കില്ല വേണ്ടത്. ഓക്കെ, കൺസിഡർ ദ മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു, അതുപോലെ ബി ഇസ് ഈക്വൽ ടു പറഞ്ഞ 2 മെട്രിക്സ് ഗിവൺ ആണ്. റൈറ്റ് ദ മെട്രിക്സ് 3a എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എടാ, മെട്രിക്സ് എ ഗിവൺ ആണെങ്കിൽ 3a ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഒരു കഷ്ടപ്പാടും ഇല്ല. എ എന്ന് പറഞ്ഞ മെട്രിക്സിന് എന്ത് ചെയ്യുക, ത്രൂ ഔട്ട് 3 എന്ന് പറഞ്ഞ സ്കെലാർ കൊണ്ട് എല്ലാ എലമെന്റ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 1 3, 3 into 3 9, 3 into -2 -6, 3 into 4 3 into -3, 3 into -1. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, 3a പറഞ്ഞ മെട്രിക്സ് കിട്ടും. അടുത്ത ആവശ്യം ഫൈൻഡ് ദ മെട്രിക്സ് 3a - b ആണ്. നമ്മുടെ കയ്യിൽ ഇപ്പൊ 3a എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ട്, b എന്ന് പറയുന്ന അടുത്ത മെട്രിക്സ് ഉണ്ട്. രണ്ടിന്റെ ഓർഡർ സെയിം ആണ്. രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ 3a - b എന്ന് പറയുന്ന സമയത്ത് എന്താ വരിക, ഇതാണ് നമ്മുടെ 3a എന്ന് പറയുന്നത്, അല്ലെ? ഇതിന് b കുറച്ചാൽ മതി, b ഗിവൺ അല്ലേ? അപ്പൊ 3 - -3 6 വരും. 9 - 1 8 വരും. -6 - 4 -10. 12 - 2 10. -9 - -1 -8 വരും. -3 -6 വരുമ്പോൾ -9 വരും. അതാണ് 3a - b യുടെ ആൻസർ വരിക. ആൻസേഴ്സ് പരിശോധിക്കുക കേട്ടോ. നിങ്ങൾ എഴുതിയത് ശരിയാണോ നോക്കുക എല്ലാവരും. മാർക്ക് കൂടെ എന്ത് ചെയ്യാം, അവസാനം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതുപോലെ എക്സാം എങ്ങനെ ഉണ്ടെന്ന് കൂടെ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് വരുമ്പോൾ കൺസിഡർ എ സ്ക്വയർ മെട്രിക്സ് എ ആണ്. അതിന്റെ ഓർഡർ 3 എന്ന് പറയുന്നുണ്ട്. അപ്പൊ 3/3 മെട്രിക്സ് എനിക്ക് മനസ്സിലായി. aij is equal to i - j ആണ്. അതായത് നമുക്ക് കൺസ്ട്രക്ഷൻ ആണ് ആവശ്യം. ഇതില് aij ആണ് i - j. aij ആണ് മക്കളെ i - j എന്ന് പറയുന്നത്. i റോ നമ്പറും j കോളം നമ്പറും ആയിരിക്കും. അപ്പൊ 3/3 പറയും നിങ്ങൾക്കറിയാം. a11 a12 a13, താഴെ a21 a22 a23 a31 a32 a33 അങ്ങനെ എലമെന്റ്സ് ഉണ്ടായിരിക്കുക. സോ a11 പറയുമ്പം 1 - 1 ചെയ്യുക, ബിക്കോസ് i - j ആണ് പറയുന്നത്, ജനറൽ കാര്യം. 1 - 1 0. a12 എന്ന് പറയുന്ന എലമെന്റ് ആണെങ്കിലോ 1 - 2 ചെയ്യുക, അത് -1. ഇനി a13 ആണെങ്കിലോ 1 - 3 ചെയ്യുക, അത് -2. a21 ആണെങ്കിൽ 2 - 1 1 and 2 - 2 0. a23 ആണെങ്കിൽ 2 - 3 -1. a31 ആണെങ്കിൽ 3 - 1 2. a33 ആണെങ്കിൽ 3 - 3 0. അങ്ങനെ നമുക്ക് എന്ത് കിട്ടാൻ വേണ്ടി പറ്റും. അതിന് അടുത്ത കാര്യം, വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് ട്രൂ ഫോർ ദ മെട്രിക്സ് എ. ഇതാണ് എന്റെ മെട്രിക്സ് എ എന്ന് പറയുന്നത്. ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. കൺസ്ട്രക്ട് ചെയ്ത മെട്രിക്സ് ആണ് എന്റെ ഗിവൺ മെട്രിക്സ്, അല്ലെ? ഈ കാണുന്ന മെട്രിക്സ് ആണ് മിസ് കൺസ്ട്രക്ട് ചെയ്ത മെട്രിക്സ്. ഇത് എന്ത് തരത്തിലുള്ള മെട്രിക്സ് ആണ്? സ്കെലാർ ആണോ, സിമെട്രിക് ആണോ, സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് ക്വസ്റ്റ്യൻ. നിങ്ങൾ നോക്കുക, ഈ കാണുന്ന മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ എന്താണ്, 0 ആണ്. അപ്പൊ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ 0 ആണെങ്കിൽ ഒബ്വിയസ്ലി അത് എന്തായിരിക്കും, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ എന്ത് വരിക, റൈറ്റ് ആൻസർ ആയിട്ട് വരിക. വേറെ ഒന്നും എന്ത് ചെയ്യാനില്ല, ഇവിടെ ആലോചിക്കാനില്ല. ഇറ്റ് ഇസ് വെരി വെരി സിമ്പിൾ, അല്ലേ? ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. ആർക്കും അതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ആൻഡ് അടുത്ത ക്വസ്റ്റിലേക്ക് വരികയാണെങ്കിൽ, മിസ് ഇന്നലെ പറഞ്ഞതാണ്, ഡിറ്റർമിനൻസിൽ ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നമുക്ക് 3 വെർട്ടിസസ് ഗിവൺ ആണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെയാണ്, ഡിറ്റർമിനൻസ് യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക. വേറെ ഫോമുല ഒന്നും യൂസ് ചെയ്യരുത്. യൂസിങ് ഡിറ്റർമിനൻസ് പ്രത്യേകം പറയുന്നുണ്ട്. എന്തായിരുന്നു ഫോമുല? ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ഒന്നാമത്തെ വെർട്ടെക്സ് 1 2, രണ്ടാമത്തെ 7 4, മൂന്നാമത്തെ 2 8 ആണ്. തേർഡ് കോളം എപ്പോഴും 1 കൊടുക്കുക. അതായിരുന്നു ഇക്വേഷൻ പ്രകാരം വേണ്ടത്. ഡിറ്റർമിനന്റിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക, 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എത്ര ആൻസർ കിട്ടുക, 17 സ്ക്വയർ യൂണിറ്റ് ആയിരിക്കും ആൻസർ കിട്ടുന്നുണ്ടായിരിക്കാം. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ആണ്. ടാൻ ഇൻവേഴ്സ് പുറത്തുണ്ടെങ്കിൽ ഉള്ളിലും ടാൻ വന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. അപ്പൊ ഈ കാണുന്ന ആൾ ടാൻ ആക്കാൻ വേണ്ടി ഒറ്റ വഴിയേ ഉള്ളൂ. എല്ലാ ടേംസിനെയും, ഉള്ളിൽ കിടക്കുന്ന എല്ലാ ടേംസിനെയും നിങ്ങൾ എന്ത് ചെയ്യുക, കോസ് എക്സ് കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. കോസ് എക്സ് ബൈ കോസ് എക്സ് 1, സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ്. താഴെയും കോസ് എക്സ് ബൈ കോസ് എക്സ് 1, സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ് വരും. സോ 1 - tan x by 1 + tan x എന്ന് പറയുന്നത് ആരുടെ എക്സ്പാൻഷൻ ആണ്? tan of pi/4 - x ന്റെ എക്സ്പാൻഷൻ ആണ്.
ബിക്കോസ് ഇതേ സാധനം വേണേ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. എങ്ങനെ? 1 പകരം tan of pi by 4 കൊടുക്കുക. അപ്പൊ tan pi by 4 minus tan x by 1 plus tan pi by 4 into tan x എന്ന് എഴുതാം. tan pi by 4 വാല്യൂ എത്രയാ? 1 ആയതുകൊണ്ട് ഇങ്ങനെ മാറ്റി എഴുതാം. ഇത് ആഡ് എക്സ്പാൻഷൻ ആണ്. tan of pi by 4 minus x ന്റെ എക്സ്പാൻഷൻ ആണ്. അപ്പൊ tan ഇൻവേഴ്സ് ഓഫ് tan of pi by 4 minus x വരുമ്പം tan ഇൻവേഴ്സ് tan എന്ന് പറയുമ്പം ആര് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ? pi by 4 minus x മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത കാര്യം, in a square matrix A of order 3 ആണ് and one of the element in A into adjoint of A is 2 എന്ന് പറയുന്നുണ്ട്. നമുക്ക് adjoint പഠിക്കാനുള്ള പ്രോപ്പർട്ടി ആണ് A into adjoint എന്ന് പറഞ്ഞാലും adjoint of A into A എന്ന് പറഞ്ഞാലും ഇറ്റ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? ഡിറ്റർമിനന്റ് ഓഫ് A into I ആണ്. നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, പ്രോപ്പർട്ടി ആണ്. സോ ഇവിടെ ആലോചിക്കുക, ഡിറ്റർമിനന്റ് ഓഫ് A പറയുന്ന സമയത്ത് നമുക്ക് അറിയില്ല. I പറയുമ്പം 3/3 മെട്രിക്സിന്റെ കാര്യം പറയുന്നത് കൊണ്ട് I എന്തായിരിക്കും? ഇതുപോലെ 1 0 0 0 1 0 0 0 1 ആയിരിക്കും. അപ്പൊ അതിലുള്ള ഒരു എലമെന്റ് 2 ആണ് പറയുന്നുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് A into I ഡിറ്റർമിനന്റ് വാല്യൂ എന്തായിരിക്കണം? 2 ആയിരിക്കണം. അതായത് A into adjoint എന്ന് പറയുമ്പം അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് A into I മാത്രം ചെയ്യുക. ഡിറ്റർമിനന്റ് ഓഫ് A 2 ആണെങ്കിൽ 2 into I ചെയ്യുമ്പം 2 0 0 0 2 0 0 0 2 ആയിരിക്കും ഫൈനൽ ആൻസർ വരിക. ഇനി അടുത്ത കാര്യം എന്താ? വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ് ഓഫ് A ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അത് 2 ആന്നുള്ള കാര്യം പറഞ്ഞു, എഴുതി വെച്ചു. അടുത്തത് ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് ഓഫ് A എന്താന്നുള്ള കാര്യമാണ്. അതും ഇന്നലെ പഠിപ്പിച്ച പ്രോപ്പർട്ടി ആയിരുന്നു. ഡിറ്റർമിനന്റ് ഓഫ് അഡ്ജോയിന്റ് എന്ന് പറയുമ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് A all raised to n minus 1 ആണ്. ഇത് 3/3 ഓർഡർ ആയതുകൊണ്ട് n 3 ആ വരിക. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് A all raised to 2 ആണ് വരിക. 3 minus 1 2 അല്ലേ? ഡിറ്റർമിനന്റ് ഓഫ് A 2 ആയതുകൊണ്ട് 2 square equal to 4 ആയിരിക്കും എന്ത്? റൈറ്റ് ആൻസർ. ഇതൊക്കെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സംഭവം എന്താണ് മക്കളെ? ഭയങ്കര സിമ്പിൾ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ സാധിക്കും. നെക്സ്റ്റ്, tan ഇൻവേഴ്സ് ഓഫ് tan x equal to x ആണ് ഫോർ ഓൾ x belongs to. ഏതായിരിക്കും? ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. tan അല്ലേ മക്കളെ? ഓപ്പൺ ബ്രാക്കറ്റ് മൈനസ് pi/2 ആണ് നോക്കേണ്ടത്, ക്ലോസ്ഡ് അല്ല. അടുത്തത്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan ഇൻവേഴ്സ് ഓഫ് tan of 13 pi/6 ആണ്. 13 pi/6 നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അറിയുന്നതിലേക്ക് മാറ്റണം. ഇവിടെ 6 അല്ലേ ഉള്ളത്. അപ്പൊ 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ മേലെ കിടക്കുന്ന 13 അടുത്തുള്ള നമ്പർ ആരാ? 12 ആണ്. അപ്പൊ 13 pi നമുക്ക് എന്ത് ചെയ്യാം? 12 pi plus pi എന്ന് എഴുതാം. ഇതൊക്കെ പഠിപ്പിച്ചതാണ് ക്ലാസ്സിൽ. അപ്പം 6 ഡിനോമിനേറ്റർ. അപ്പൊ 12 pi/6 പ്ലസ് pi/6 വരുമ്പം 2 pi plus pi/6 എന്ന് വരും. ഇതാണ് 2 pi എന്ന് പറയുന്നത്. 2 pi plus pi/6 പറയുമ്പം ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, പോസിറ്റീവ് ആണ്. ടാൻ അടക്കം എല്ലാവരും പോസിറ്റീവ് ആണ്. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ ഓഫ് pi/6 വരും. വാല്യൂ വിൽ ബി pi/6 ആണ് വരിക. അതിന് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര ടഫ് അല്ല, പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ്. Let the equivalent class formed by equivalence relation R on the set A are 1, 2 and 3 ആണ്. അങ്ങനെയാണെങ്കിൽ write the set A എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത് എക്സ്പ്രസ് ദ റിലേഷൻ ഇൻ റോസ്റ്റർ ഫോം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ പറയുന്ന പോലെ ശ്രദ്ധിക്കണം നിങ്ങൾ. സിമ്പിൾ കാര്യമാണ്, നമുക്കിതിൽ ഒന്ന് ചിന്തിക്കാനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഇവിടെ പറയുന്നുണ്ട് ഏതോ ഒന്നിന്റെ ഇക്വാലൻസ് ക്ലാസ് എന്ന് പറയുന്നത് 1, 2 ആണ്. രണ്ടാമത്തെ 3 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ഒരു സെറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഗിവൺ ആയിട്ട് വന്നിരിക്കുന്ന ഇക്വാലന്റ് ക്ലാസ് ഏതൊക്കെയാണോ അതിന്റെ യൂണിയൻ മാത്രം എടുത്താൽ മതി. അപ്പൊ സെറ്റ് 1, 2 യൂണിയൻ സെറ്റ് 3 ചെയ്യാം. സെറ്റ് 1, 2 യൂണിയൻ സെറ്റ് 3 പറയുമ്പോൾ മൊത്തം എലമെന്റ്സ് ഒരുമിച്ച് എഴുതിയാൽ മതി. വിച്ച് ഈസ് 1, 2, 3 ആയിരിക്കും നമുക്ക് കിട്ടുന്നതായിരിക്കുക. 1, 2, 3 ആയിരിക്കും നമുക്ക് ആൻസർ വരിക. ഇതാണ് എന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ? എക്സ്പ്രസ് ദ റിലേഷൻ ഇൻ റോസ്റ്റർ ഫോം. ഈ റിലേഷൻ എന്ത് ചെയ്യണം? റോസ്റ്റർ ഫോമിൽ എഴുതി കാണിക്കണം. അപ്പൊ ഇക്വാലൻസ് ക്ലാസിന്റെ കാര്യം പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക, റിലേഷൻ എന്തായാലും എന്തായിരിക്കും? ഇക്വാലൻസ് റിലേഷൻ ആയിരിക്കും. റിഫ്ലെക്സീവ് ആയിരിക്കണം എന്ന് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ 1, 1, 2, 2, 3, 3 എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, ഇവിടെ നമുക്ക് ഇക്വാലൻസ് ക്ലാസ് ഓഫ് 1 സെറ്റ് 1 എന്ന് മാത്രം, ഇക്വാലൻസ് ക്ലാസ് ഓഫ് 2 പറയുമ്പോൾ 2 മാത്രം, ഇക്വാലൻസ് ക്ലാസ് ഓഫ് 3 പറയുമ്പോൾ 3 മാത്രമാണ്. ഇത്രയും മാത്രം എടുക്കുമ്പോൾ കിട്ടുക. പക്ഷെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇക്വാലൻസ് ക്ലാസ് ഓഫ് 1, 1, 2 ആണെന്നും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ 1, 1 മാത്രം പോരാ, 1ന്റെ ഇമേജ് ആയിട്ട് 1 മാത്രം പോരാ, 1ന്റെ ഇമേജ് ആയിട്ട് ആര് കൂടെ വേണം? 2 കൂടെ വേണം. അങ്ങനെയാണ് 1, 2 കൂടെ ആഡ് ആയത്. അതുപോലെ ഇക്വാലൻസ് ക്ലാസ് ഓഫ് 2 2 മാത്രമല്ല, അത് 1ഉം 2ഉം വരണം. അപ്പൊ 2 ഓക്കെ ആണ്. 2 1 കൂടെ വരേണ്ടത് കൊണ്ടാണ് 2 1 ആഡ് ആക്കിയിരിക്കുന്നത്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ ഇതാ മക്കൾ, ഇതാണ് വരിക കേട്ടോ. റോസ്റ്റർ ഫോം എന്ന് പറയുന്ന സമയത്ത് ഇതാണ് റൈറ്റ് ആൻസർ. ഈ കാണിച്ചിരിക്കുന്നതാണ് റൈറ്റ് ആൻസർ വരിക. അടുത്തത് ഷോ ദാറ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. അറ്റ് x = 2 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് കാണിക്കണം.
നോട്ട് കണ്ടിന്യൂസ് എന്ന് കാണിക്കണം. അതായത് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾ LHL ഉം RHL ഉം നോക്കുക. ഈ പോയിന്റ് 2 അല്ലേ, x = 2 ആണ് പോയിന്റ്. അപ്പൊ ലിമിറ്റ് x ടെൻസ് ടു 2 മൈനസ് f ഓഫ് x എന്ന് പറയുമ്പം x² - 4 x - 2 എന്നാ കിട്ടുക. ഈ x² - 2² തന്നെയാണ് x² - 4. അത് നമുക്ക് മാറ്റാൻ പറ്റും. എങ്ങനെ? x - 2 × x + 2 എഴുതാം. അടിയിൽ x - 2 ന്റെ കട്ടായി പോയി. അപ്പൊ ലിമിറ്റ് x ടെൻസ് ടു x + 2 എന്ന് വരും. x 2 എടുക്കുവാണെങ്കിൽ ആൻസർ എന്താ വരിക? 4 ആ കിട്ടുക. അപ്പൊ ആ കാണുന്ന ലിമിറ്റും ആ പെർട്ടിക്കുലർ പോയിന്റിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ നോക്കുവാണെങ്കിൽ f(2) ആണ്. അത് എത്രയാ? 1 ആണ്. അപ്പൊ ലിമിറ്റ് x → 2 f of x അല്ല ഇവിടുത്തെ f(2) എന്ന് പറഞ്ഞത്. ഒന്ന് 4ഉം മറ്റേത് 1ഉം ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കില്ല? കണ്ടിന്യൂസ് ആയിരിക്കില്ല. ആ കാണുന്ന പെർട്ടിക്കുലർ പോയിന്റിൽ ലിമിറ്റും അതുപോലെ ഫംഗ്ഷന്റെ വാല്യൂവും രണ്ടും സെയിം ആണെങ്കിൽ മാത്രമേ കണ്ടിന്യൂസ് ആവുള്ളൂ. അപ്പൊ ഇത് കണ്ടിന്യൂസ് അല്ല എന്ന് മനസ്സിലായി. ഇത് എപ്പോഴാണ് കണ്ടിന്യൂസ് ആക്കാൻ വേണ്ടി പറ്റുക? അതാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കണ്ടിന്യൂസ് ആവണമെങ്കിൽ x = 2 എന്ന് പറഞ്ഞ പോയിന്റില് ഫംഗ്ഷന്റെ വാല്യൂ എത്രയായിരിക്കണം? 4 ആയിരിക്കണം. എന്നാൽ മാത്രമേ ഫംഗ്ഷൻ എന്താക്കാൻ പറ്റുള്ളൂ, നമുക്ക് കണ്ടിന്യൂസ് ആക്കിയിട്ട് മാറ്റി എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് അവിടെ പറയുന്ന അടുത്ത കാര്യം. ഓക്കെ, അപ്പൊ നമ്മള് അടുത്തതിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സെക്ഷൻ മാറി അല്ലേ? ഏതാ മക്കളെ? 9 to 16 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 to 16 ആണ്. ഈച്ച് ക്യാരീസ് 4 മാർക്സ് ആണ്. ആൻസർ ഇനി 6 ക്വസ്റ്റ്യൻസ്. ഇതില് ഫസ്റ്റത്തെ കാര്യം ശ്രദ്ധിക്കുക, f of x ഉം g of x ഉം ഫംഗ്ഷൻ ഗിവൺ ആണ്. ആൻഡ് ഡിഫൈൻഡ് ഓൺ സെറ്റ് ഓഫ് റിയൽ ആർ ഒക്കെ പറയുന്നുണ്ട്. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം? f of g of x ഉം രണ്ടാമത്തത് g of f of x ഉം ഫൈൻഡ് ഔട്ട് ചെയ്യണം. കോമ്പോസിഷൻ ആണ്. നമുക്കറിയാം f കോമ്പോസിഷൻ g of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് f of g of x ആണ്. g of x ഗിവൺ ആണ്. സോ f of x + 5/3 പറയുമ്പം അത് f ൽ x ന് പകരം കൊടുക്കുമ്പം 3 × x + 5/3 - 5 വരും. എത്ര കിട്ടുക? x + 5 - 5 എന്ന് പറയുമ്പോൾ x കിട്ടും. ഇനി g കോമ്പോസിഷൻ f of x പറയുമ്പം അത് g of f of x ആണ്. f of x 3x - 5 ആണ്. ഈ കാണുന്ന g of 3x - 5 പറയുമ്പം ആ g of x കൊടുക്കുമ്പോൾ x ന് പകരം 3x - 5. അപ്പൊ 3x - 5 + 5/3 പറയുമ്പോൾ 3x/3 ആ കിട്ടുക. 3 കട്ട് ചെയ്ത് പോകുമ്പോൾ x കിട്ടും. അപ്പൊ f കോമ്പോസിഷൻ g of x ഉം g കോമ്പോസിഷൻ f of x ഉം രണ്ടും x ആണ് കിട്ടുന്നത്. സോ അങ്ങനെയാണെങ്കിൽ വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് ട്രൂ ഫോർ f of x ആൻഡ് g of x എന്ന് പറയുമ്പോൾ വിതൗട്ട് എനി ഡൗട്ട് വി ക്യാൻ റൈറ്റ് f എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻവേഴ്സ് ഓഫ് g ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും എന്ത്? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത കാര്യം, വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് ദ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 ആണ്. ആലോചിക്കുക, കോസ് ഇൻവേഴ്സ് ഓഫ് -x ആണെങ്കിൽ π - കോസ് ഇൻവേഴ്സ് ഓഫ് x എന്ന് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ കോസ് ഇൻവേഴ്സ് ഓഫ് -1/2 പറയുമ്പം π - കോസ് ഇൻവേഴ്സ് ഓഫ് 1/2 ആണ്. കോസ് എപ്പോഴാ 1/2 ആവുക? π/3 ആവുമ്പോൾ. സോ π - π/3 പറയുമ്പോൾ ദ ആൻസർ വിൽ ബി 2π/3. റെഡി? ഓക്കെ. അടുത്ത കാര്യം, ഇത് കുറച്ച് പേർക്ക് ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് സിലബസ് ഇല്ലാന്ന് അവർ എവിടെയും പറയണില്ലടാ. ഒന്നാമത്തെ കാര്യം, ടാൻ ഇൻവേഴ്സ് ഓഫ് x + ടാൻ ഇൻവേഴ്സ് ഓഫ് y എന്ന് പറയുന്ന ഫോർമുല ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടി പറ്റൂ എന്ന് പറയാൻ പറ്റില്ല. അതില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ വേണ്ടി സാധിക്കും. മിസ് രണ്ടും കാണിച്ചു തരാം. നമുക്ക് ആക്ച്വലി നമ്മുടെ പഠിക്കാനുണ്ടായിരുന്നില്ല ഈ കാണുന്ന ഫോർമുല, അത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം ചെയ്യുവാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് x + y/1 - xy പറയുന്ന ഫോം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും ആൻസർ. π/4 ആണ് കിട്ടുക. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? പഠിപ്പിക്കാത്ത രീതിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒഴിവാക്കിയ പോർഷൻ ആണെങ്കിൽ ആ രീതിക്ക് മക്കൾ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ ചെയ്യാനും വേണ്ടി സാധിക്കും. സോ ആ രീതി മാത്രം മിസ് കാണിച്ചു തരാം. രണ്ടും പഠിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ നമ്മള് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/2 തീറ്റ എന്നും ടാൻ ഇൻവേഴ്സ് ഓഫ് 1/3 ഫൈ എന്നും വിളിക്കുവാണ്. ഓക്കെ, അപ്പൊ x = മിസ് എഴുതുകയാണ് തീറ്റ + ഫൈ എന്ന് എഴുതുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കുക, x = തീറ്റ + ഫൈ എന്ന് എഴുതി. നിങ്ങൾ ആലോചിക്കണേ, തീറ്റ = ടാൻ ഇൻവേഴ്സ് ഓഫ് 1/2 ആണെങ്കിൽ ഓക്കെ, തീറ്റ = ടാൻ ഇൻവേഴ്സ് ഓഫ് 1/2 ആണെങ്കിൽ ടാൻ തീറ്റ എന്താ വരിക? ടാൻ തീറ്റ 1/2 എന്ന് കിട്ടും. ആൻഡ് ഫൈ = ടാൻ ഇൻവേഴ്സ് ഓഫ് 1/3 ആണെങ്കിൽ ടാൻ ഫൈ എന്താ? 1/3 എന്ന് വരും. അപ്പൊ ടാൻ എക്സ് നമുക്ക് ചെയ്യാം. അതായത് x = തീറ്റ + ഫൈ മിസ് എഴുതിയേ. അപ്പൊ ടാൻ ഓഫ് എക്സ് എന്താ വരിക? ടാൻ ഓഫ് തീറ്റ + വൈ തീറ്റ + ഫൈ ആണ്. അപ്പൊ നമുക്കറിയാം ടാൻ ഓഫ് a + b ആണെങ്കിൽ ടാൻ a + ടാൻ b / 1 - ടാൻ a ടാൻ b ആണ്. അപ്പൊ തീറ്റയും ഫൈയും ആയതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതുക. ടാൻ തീറ്റ + ടാൻ ഫൈ / 1 - ടാൻ തീറ്റ × ടാൻ ഫൈ എന്ന് എഴുതുക. ടാൻ തീറ്റ അറിയാം, ടാൻ ഫൈ അറിയാം, ചുമ്മാ കൊടുക്കുക. 1/2 + 1/3 / 1 - 1/2 × 1/3 വരും. ഇറ്റ് ഈസ് 5/6 / 5/6 വരും. അത് 1 ആണ്. അപ്പൊ ടാൻ എക്സ് 1 ആണെങ്കിൽ എക്സ് എന്താ വരിക? ടാൻ ഇൻവേഴ്സ് ഓഫ് 1 വരും. ടാൻ എപ്പോഴാ 1 വരിക?
π/4 ആവുന്ന സമയത്ത്. അപ്പൊ നിങ്ങൾ രണ്ട് രീതിക്ക് ചെയ്ത് കഴിഞ്ഞാലും ആൻസറിൽ വ്യത്യാസമില്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, രണ്ടാമത്തെ ചെയ്താലും മതി. ബിക്കോസ് നിങ്ങൾ പഠിപ്പിച്ച കാര്യം വെച്ച് ചെയ്താൽ മതി. നിങ്ങൾ പഠിച്ച് കാണില്ലല്ലോ, അപ്പൊ ഇത് വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. മിസ് രണ്ടും കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്തത് എ ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്, ഓർഡർ 2 ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടി എന്താണ്, 1/, ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. പ്രോപ്പർട്ടി പഠിക്കാനുണ്ടായിരുന്നു, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്തത് ചെക്ക് വെദർ എ ഇസ് ദ ഇൻവേഴ്സ് ഓഫ് ബി. എ എന്ന് പറഞ്ഞ മെട്രിക്സ് ബിന്റെ ഇൻവേഴ്സ് ആണെന്ന് എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്ത് കാണിക്കണം. ചെക്ക് ചെയ്താൽ മതി, ചെക്ക് ചെയ്യണം, പ്രൂവ് ചെയ്യാനല്ല, ചെക്ക് ചെയ്ത് കാണിക്കണം. എ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ഇൻവേഴ്സ് ഓഫ് ബി ആണെന്ന് എന്ത് ചെയ്യണം, കാണിക്കണം. അത് ചെയ്യാൻ വേണ്ടി ഒരു കഷ്ടപ്പാടും ഇല്ല. എ ഇൻറ്റു ബി മക്കൾ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ ഉറപ്പായിട്ടും പറയാൻ വേണ്ടി സാധിക്കും എ ഇസ് ദ ഇൻവേഴ്സ് ഓഫ് ബി എന്ന് പറയാൻ സാധിക്കും. അപ്പൊ എ നമുക്കറിയാം, ബി നിങ്ങൾക്ക് അറിയാം. രണ്ട് മെട്രിക്സും എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യുക. എ ഇൻറ്റു ബി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക, എനിക്ക് ഐ ആണ് കിട്ടുക. സോ ഉറപ്പായിട്ടും പറയാം എ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് ബി തന്നെയാന്ന് പറയാൻ സാധിക്കും. അത്രേ ഉള്ളു കാര്യം. ഓക്കെ, അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ഞാൻ സ്പീഡിൽ പോകുന്നത് വേറൊന്നും കൊണ്ടല്ല, ആൻസർ കീസ് മാത്രം മിസ് പറഞ്ഞു പോവാണ്, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ കണ്ടും കേട്ടും മറന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് മെജോറിറ്റി ഉള്ളത്. കിട്ടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ നിങ്ങൾക്ക്. സോ ഫംഗ്ഷൻ ഫ്രം എ ടു എ എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. ഇത് ബൈജക്റ്റീവ് ആണ്. ദെൻ എ ഇസ്, അതായത് ഈ കാണുന്ന എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് നിങ്ങൾക്ക് അറിയില്ലേടാ, ഒരു പരാബോള ഷേപ്പ് ഗ്രാഫ് ആണ്. ഇത് 1/1 ആവണമെന്നുണ്ടെങ്കിൽ എന്താ കണ്ടീഷൻ, ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ ഞാൻ എങ്ങാനും ഹൊറിസോണ്ടൽ ലൈൻ വരക്കുന്ന സമയത്ത് ഇവിടെ 2 പോയിന്റിൽ എന്ത് ചെയ്യും, കൂട്ടിമുട്ടും. അപ്പൊ എന്തായാലും 1/1 ആവില്ല. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് 1/1 ആവണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഫംഗ്ഷൻ എന്ത് ചെയ്യണം, ഇത്ര മാത്രമേ പറ്റുള്ളൂ. മൊത്തത്തിൽ പറ്റില്ല, ഈ ഭാഗം മാത്രം മതി, നോൺ നെഗറ്റീവ് നമ്പറിൽ മാത്രം മതി. വിച്ച് മീൻസ് 0 to ∞ ആയിരിക്കും എ ആവേണ്ടത്. ഫംഗ്ഷൻ ഫ്രം എ ടു എ എന്ന് പറയുമ്പോൾ എ എന്തായിരിക്കണം, 0 to ∞ ആയിരിക്കണം. അടുത്ത കാര്യം, ഓക്കെ ഇത് മനസ്സിലായില്ലേ, ഫംഗ്ഷൻ ഫ്രം r-3 to r ആണ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x-2/x-3 പറയുന്നുണ്ട്. ഇത് 1/1 ആണോ ഓൺ 2 ആണോ ചെക്ക് ചെയ്ത് നോക്കണം. സോ 1/1 ആണോ നോക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുക, എഫ് ഓഫ് എക്സ് ഗിവൺ ആണെങ്കിൽ എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇറ്റ് ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2 പറഞ്ഞ ഫോമിൽ എഴുതാൻ പറ്റുവാണെങ്കിൽ അത് 1/1 എന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. ഇനി ഓൺ 2 ആ നോക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ കാണുന്ന എഫ് ഓഫ് എക്സിന് പകരം y എന്ന് കൊടുക്കുക. y is equal to f of x, that is y is equal to x-2/x-2 എന്ന് എഴുതുക. ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് x ഈക്വൽ ടു പറഞ്ഞ ഫോമിലേക്ക് ഫംഗ്ഷൻ എഴുതി വെക്കുക. ഇപ്പൊ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഫംഗ്ഷൻ ഫ്രം r-3 to r ആണ്. ഇപ്പൊ കോഡൊമൈൻ എന്ന് പറയുമ്പോൾ മൊത്തം റിയൽ നമ്പേഴ്സ് ആണ് ഇവിടുത്തെ കോഡൊമൈൻ. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ x ഈക്വൽ ടു പറഞ്ഞ് എഴുതിയിരിക്കുന്ന എക്സ്പ്രഷനിൽ ഈ കാണുന്ന ഫ്രാക്ഷൻ എവിടെ ഡിഫൈൻഡ് അല്ല. ഈ എങ്ങാനും y-യുടെ വാല്യൂ 1 വരുവാണെങ്കിൽ ഡിനോമിനേറ്റർ 0 ആവും, അവിടെ ഫ്രാക്ഷൻ നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ മൊത്തം റിയൽ നമ്പറിൽ പറ്റില്ല. മൊത്തം റിയൽ നമ്പറിന് ആരെ ഒഴിവാക്കണം, 1 എന്ന് പറയുന്ന നമ്പർ ഒഴിവാക്കണം. അപ്പൊ r-1 മാത്രമാണ് ഡിഫൈൻഡ് ആവുള്ളൂ. അപ്പൊ പറഞ്ഞിരിക്കുന്ന കോഡൊമൈൻ ആക്ച്വലി r ആയിരുന്നു, കിട്ടിയിരിക്കുന്ന ഇവിടെ ആണെങ്കിൽ r-1 ആണ്. കോഡൊമൈനും റേഞ്ചും സെയിം ആയി കഴിഞ്ഞാൽ മാത്രമേ ഇത് ഓൺ 2 ആവുള്ളൂ. ഇവിടെ കോഡൊമൈനും റേഞ്ചും സെയിം അല്ലാത്തത് കൊണ്ട് ഇതെന്തല്ല, ഓൺ 2 അല്ല. നമുക്ക് എന്ത് ചെയ്തു മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇനി അടുത്ത കാര്യം മക്കളെ, 13ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു മെട്രിക്സ് തരും നമ്മുടെ അടുത്ത്, അതിനെ സിമെട്രിക്കിന്റെ സ്ക്യൂ സിമെട്രിക്കിന്റെ സമ്മായിട്ട് എഴുതി കാണിക്കാൻ വേണ്ടി പറയും. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് എ ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മാത്രം മതി. ആദ്യം എ ട്രാൻസ്പോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, എന്നിട്ട് എ പ്ലസ് എ ട്രാൻസ്പോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിന്റെ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എല്ലാ എലിമെന്റ്സിനെയും. അപ്പൊ ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് കിട്ടും. ഇതേപോലെ എ മൈനസ് എ ട്രാൻസ്പോസും ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസും ഉണ്ടാക്കുക. ഇതും അതായത് ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസും ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസും തമ്മിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടും, നമുക്ക് മെട്രിക്സ് എ തന്നെ കിട്ടും. അവിടെ പറയാൻ വേണ്ടി പറ്റും ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും നമുക്ക് സിമെട്രിക്കിന്റെയും സ്ക്യൂ സിമെട്രിക്കിന്റെയും സമ്മായിട്ട് എഴുതാൻ വേണ്ടി പറ്റുമെന്ന് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, പറയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് ഏതാ ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ഡിറ്റർമിനന്റ്. ഈ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഫൈൻഡ് ഔട്ട് നമുക്ക് അറിയാൻ വേണ്ടി ഇന്നലെ കണ്ടതാണ്. 3/3 ആണെങ്കിൽ ഡിറ്റർമിനന്റ് പൊതുവെ ഇഷ്ടമുള്ള റോ അല്ലെങ്കിൽ കോളം വെച്ച് എക്സ്പാൻഡ് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇവിടെ വാല്യൂ 9 ആണ് കിട്ടുക. അടുത്തത് ഡിറ്റർമിനന്റ് ഓഫ് 3a ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. പ്രോപ്പർട്ടി പഠിപ്പിച്ചതാണ് നിങ്ങളെ. ഡിറ്റർമിനന്റ് ഓഫ് k ആണെങ്കിൽ k raised to n into ഡിറ്റർമിനന്റ് ഓഫ് a ആണ്. ഇവിടെ 3/3 ആയതുകൊണ്ട് n 3 ആണ്.
കെ പറയുമ്പോൾ 3 ആണ്. ഡിറ്റർമിനന്റ് ഓഫ് എ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ 27 × 9 പറയുമ്പോൾ 243 ആയിരിക്കും ആൻസർ വരുന്നുണ്ടായിരിക്കുക. യെസ്. അതിന് അടുത്ത കാര്യം, നമുക്ക് ഡിറ്റർമിനന്റ് ഈക്വൽ ആണെങ്കിൽ എക്സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. രണ്ട് ഭാഗത്തും ക്രോസ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. 2/2 അല്ലേ, ഡിറ്റർമിനന്റ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. എക്സിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 15/-3 ആണ്, -5 ആണ് കിട്ടുക. നെക്സ്റ്റ് മക്കളെ ഒരു കറക്ഷൻ ഉണ്ട്. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആക്ച്വലി മിസ്റ്റേക്ക് ആണ്. വിച്ച് ആർ ദ ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ ബട്ട് നോട്ട് കണ്ടിന്യൂസ് എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരിക്കലും വരില്ലല്ലോ. ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്, കണ്ടിന്യൂസ് അല്ല, അങ്ങനെ വരുവാടാ? ഇല്ല. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എന്തായാലും ഫംഗ്ഷൻ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ് ആക്ച്വലി. എങ്ങാനും ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ എങ്ങനെ വരണമായിരുന്നു? വിച്ച് ആർ ദ ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ ബട്ട് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് ആണ് പക്ഷെ ഡിഫറൻഷ്യബിൾ അല്ല. അങ്ങനെയുള്ള ഫംഗ്ഷൻ ഏതാന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുമായിരുന്നു മോഡ് x + 2 ആണെന്ന് പറയാൻ പറ്റുമായിരുന്നു. കാരണം ബാക്കിയൊക്കെ എന്താണ്, 2x - 3ഉം cos xഉം x² - 1ഉം ഒക്കെ എന്താണ് മക്കളെ, ഡിഫറൻഷ്യബിൾ ആയിരുന്നു. ഇവിടെ മോഡ് x + 2 മാത്രമാണ് ഡിഫറൻഷ്യബിൾ അല്ലാത്തത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി പറയായിരുന്നു. അതർവൈസ് ഈ ക്വസ്റ്റ്യൻ എന്താണ്, മിസ്റ്റേക്ക് ആണ്. ഓക്കെ, നിങ്ങൾക്ക് മാർക്ക് എന്തായാലും കിട്ടേണ്ടതാണ് കേട്ടോ. അടുത്തത് dy/dx നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. x² + xy + y² = 100 ആണ്. ത്രൂ ഔട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. x² 2x ആണ്. x × y എന്ത് ചെയ്യണം, റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്, അങ്ങനെ സംഭവം അപ്ലൈ ചെയ്യണം. y² ഡെറിവേറ്റീവ് 2y ആണ്. കൂടെ എന്ത് ചെയ്യണം, dy/dx അപ്ലൈ ചെയ്യണം. = 0 വരും. 100ന്റെ ഡെറിവേറ്റീവ് 0 അല്ലേ, കോൺസ്റ്റന്റ് അല്ലേ. ഇപ്പൊ dy/dx കോമൺ ആയിട്ടുള്ളത് പുറമേക്ക് എടുക്കുക. അപ്പൊ x + 2y വരും. ഈ 2x ഉം y അപ്പുറം പോകുമ്പോൾ -2x + y വരും. dy/dx മാത്രം കണ്ടുപിടിക്കുക. ഇയാൾ അപ്പുറം പോകുമ്പോൾ -2x + y / x + 2y വരും. ഇത് NCERT ക്വസ്റ്റ്യൻ ആണ്, കിട്ടിയെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഓക്കെ, 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഫംഗ്ഷൻ y = cos inverse of 1 - x² / 1 + x² ആണ്. ചെയ്യേണ്ട കാര്യം ഇത് ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. x = എന്ത് അപ്ലൈ ചെയ്യുക, tan θ അപ്ലൈ ചെയ്യുക. 1 - tan² θ / 1 + tan² θ പറയുമ്പോൾ അത് ആക്ച്വലി ആരാണ്, cos 2θ ആണ്. അപ്പൊ cos inverse of cos 2θ പറയുമ്പോൾ 2θ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. x tan θ കൊടുക്കുവാണെങ്കിൽ θ എന്താണ്, tan inverse of x ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. 2 കോൺസ്റ്റന്റ് പുറമേക്ക് എടുക്കുക. ഡെറിവേറ്റീവ് ഓഫ് tan inverse of x പറയുമ്പോൾ ഇറ്റ് ഈസ് 1/1 + x² ആണ്. അപ്പൊ 2 × 1/1 + x² ആയിരിക്കും റൈറ്റ് ആൻസർ വരുന്നുണ്ടായിരിക്കുക. അടുത്തത് മക്കളെ നമുക്ക് ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 70 to 20 ക്യാരി 6 മാർക്സ് ഈച്ച്. ആൻസർ ഇനി 3 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഞാൻ പറയേയില്ല, കാരണം ഇത്രയും ഞാൻ ആവർത്തിച്ച് പറഞ്ഞ ക്വസ്റ്റ്യൻ വേറെ ഉണ്ടായിരിക്കില്ല. ഇതെന്തായാലും എല്ലാവർക്കും 6 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. മിസ് ഇന്നലെ പറഞ്ഞതാണ്, അത്രയും പറഞ്ഞ കാര്യമാണ്. ഇതാണ് മക്കളെ സോൾവിങ്ങില് മെട്രിക്സ് മെത്തേഡ് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. a × x = b ആണെങ്കിൽ x = a ഇൻവേഴ്സ് × b. ഓർമ്മയില്ലേ? a പറയുമ്പോൾ കോഎഫിഷ്യൻസിന്റെ മെട്രിക്സ് ആണ്. എന്നിട്ട് x പറയുമ്പോൾ അൺനോൺസിന്റെ മെട്രിക്സ് ആണ്. b പറയുമ്പോൾ ഈക്വൽ ടുന്റെ അപ്പുറത്തുള്ള എലമെന്റ്സ് മാത്രമാണ്. a നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് a എന്ത് ചെയ്യുക, ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുക. നമുക്ക് a ഇൻവേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും അഡ്ജോയിന്റ് ഓഫ് a ആവശ്യമുണ്ട്. സോ എല്ലാ എലമെന്റ്സിന്റെയും മൈനസ്, കോഫാക്ടറിന്റെ മെട്രിക്സ്, അതിന്റെ ട്രാൻസ്പോസ് ആണ് എന്ത്, കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് എന്ത്, അഡ്ജോയിന്റ്. സോ നമ്മളെ സംബന്ധിച്ച് നമുക്ക് a ഇൻവേഴ്സ് ആണ് ആവശ്യമെങ്കിൽ 1/determinant of a into adjoint അപ്ലൈ ചെയ്യുക. a ഇൻവേഴ്സ് കിട്ടും. ഫൈനൽ സ്റ്റെപ്പ് എന്താണ്, x എന്ന് പറയുമ്പോൾ a ഇൻവേഴ്സ് × b ആണ്. അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ആൻസർ എന്താ കിട്ടുക, 1/12 × 72 12 - 48 പറയുമ്പം 6 1 -4 ആണ് കിട്ടുക. അപ്പൊ x6 y1 സെറ്റ് എന്താണ്, -4 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തതിലേക്ക് വരുമ്പം ഫൈൻഡ് ദ വാല്യൂ ഓഫ് x and y ഫ്രം ദ ഇക്വേഷൻ ആണ്. നോർമൽ പുറത്ത് കിടക്കുന്ന നമ്പറിനെ കൊണ്ട് എന്ത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങോട്ട് അഡിഷൻ ചെയ്യുക, ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ x 2 എന്ന് കിട്ടും, y എത്ര കിട്ടുക, 9 എന്ന് കിട്ടും. x2 and y 9 ആൻസർ വരിക. അടുത്തത് മക്കളെ എന്താണ്, കൺസിഡർ ദ മെട്രിക്സ് a and b ആണ്. ഓർഡർ പറയുമ്പോൾ ഇത് 3/3 ഉം ഇത് 3/2 ആണെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് ബാക്കി 3/2 ആയിരിക്കും a bന്റെ ഓർഡർ വരിക. ഫൈൻഡ് ദ മെട്രിക്സ് a b പറയുമ്പോൾ a യും b യും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പൊ കിട്ടും. ആൻഡ് റൈറ്റ് ദ മെട്രിക്സ് b ട്രാൻസ്പോസ് × a ട്രാൻസ്പോസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റൻ അല്ലേ, നമുക്ക് അറിയാലോ പ്രോപ്പർട്ടി. b ട്രാൻസ്പോസ് × a ട്രാൻസ്പോസ് പറയുമ്പം ഫോർമുല പ്രകാരം, പ്രോപ്പർട്ടി പ്രകാരം a b ഓൾ ട്രാൻസ്പോസ് എന്ന് അറിയാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ a b പറയുന്ന മെട്രിക്സ് ഉണ്ടല്ലോ, അതിന് ട്രാൻസ്പോസ് എടുത്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, b ട്രാൻസ്പോസ് × a ട്രാൻസ്പോസ് അല്ലെങ്കിൽ a b ഓൾ ട്രാൻസ്പോസ് കിട്ടിയിരിക്കും. നെക്സ്റ്റ് എന്താണ്, ചെക്ക് ദ കണ്ടിന്യൂറ്റി ആണ്.
ഓക്കെ കണ്ടിന്യൂസ് ആണോ നോക്കണം അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, LHലും RHലും നോക്കിയാൽ മതി. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 പ്ലസും നോക്കുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്, അപ്പുറത്തെ 2 ആണ്, ഇവിടുത്തെ 1ഉം ഇവിടെ 2ഉം കിട്ടും. LHലും RHലും ഈക്വൽ അല്ല, അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിരിക്കില്ല. അറ്റ് x ഈക്വൽ ടു 1 കണ്ടിന്യൂസ് അല്ല. അടുത്തത് നിങ്ങൾ കണ്ട ക്വസ്റ്റൻ ആയിരിക്കും. f of x is equal to cos mod x ആണ്. ഓക്കെ മക്കളെ നോക്കുക, നിങ്ങൾ mod x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിന്യൂസ് നമുക്കറിയാം. cos x എന്താണ്, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അവിടെ കോമ്പോസിഷൻ വരുന്ന cos mod x എന്തായിരിക്കും, ഡെഫിനറ്റ്ലി എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കും. വേറെ ഒന്നും ചിന്തിക്കാനില്ല, അത്രേ ഉള്ള ക്വസ്റ്റ്യൻ. ഇത് ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു, മറന്നു പോകരുത് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് അടുത്തത് മക്കളെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് k ആണ്. കണ്ടിന്യൂസ് ആണ്. അറ്റ് x ഈക്വൽ ടു π/2 പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കെയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, LHലും RHലും നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തിട്ട് LHലും RHലും ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഇക്വേറ്റ് ചെയ്യാം. LHL എന്ന് പറയുമ്പോൾ k π/2 - 1ഉം RHL 1ഉം ആണ് കിട്ടുക. രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കെയുടെ വാല്യൂ 4/π എന്നാണ് കിട്ടുക കേട്ടോ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് dy/dx ഓഫ് ദ ഫോളോയിങ് ആണ്. മക്കളെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കാണുന്നില്ലേ, y is equal to root of ആ സംഭവം ആക്ച്വലി റൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റേസ് ടു 1/2 ആണ്. അപ്പൊ പവർ വന്നാൽ നിങ്ങൾക്ക് അറിയാം എന്തായാലും ലോഗ് അപ്ലൈ ചെയ്താൽ മാത്രമേ രക്ഷയുള്ളൂ. അപ്പൊ ലോഗ് y is equal to log of x - 1/x - 2 into x - 3 all raised to 1/2 വരും. ലോഗ് a/b ആണെങ്കിൽ നമുക്കറിയാം ലോഗ് a മൈനസ് ലോഗ് b ആണ്. അപ്പൊ ലോഗ് x raised to m ആണെങ്കിൽ നമുക്കറിയാം m into ലോഗ് x എന്നറിയാം. സോ ഇത് 1/2 into ലോഗ് ഇത്രയും വരും. ഇവിടെ x - 1 ലോഗ് x - 1, അടിയിലുള്ള ആൾക്കാർക്ക് എന്ത് കൊടുക്കാം, മൈനസ് കൊടുക്കാം. ബിക്കോസ് വി നോ ദാറ്റ് ലോഗ് a/b is equal to ലോഗ് a മൈനസ് ലോഗ് b ആണ്. അങ്ങനെയാണ് അടിയിൽ വന്ന ആൾക്കാർക്ക് ഇവിടെ സിമ്പിൾ മൈനസ് ആയിട്ട് വന്നത്. പിന്നെ എല്ലാവർക്കും ത്രൂ ഔട്ട് എന്ത് ഡെറിവേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു x ആണ്. സോ ഇവിടെ 1/y into dy/x, ഇവിടെ 1/x - 1, 1/x - 2, 1/x - 3. ഈ y ഇപ്പുറത്ത് പോകുന്ന സമയത്ത് ആക്ച്വൽ y എന്തായാലും നമ്മുടെ ഇതാണ് y, അത് അപ്ലൈ ചെയ്യുക. 1/2 ഇവിടെ ഉണ്ട്, ബാക്കി സെയിം തന്നെയാണ്. യെസ് ഓക്കെ അല്ലേ. അതിന്റെ അടുത്ത കാര്യം നമുക്ക് എന്തായാലും നോക്കി ഇതിന്റെ ബാക്കി ഉണ്ടായിരുന്നു അല്ലെ. നമ്മുടെ x ഈക്വൽ ടു a into θ മൈനസ് സൈൻ θ, y is equal to a into 1 plus cos θ. മക്കളെ നിങ്ങൾക്ക് ഓർമ്മയില്ലേടാ, നമ്മളിത് പഠിച്ചതല്ലേ, തീറ്റയാണ് ആവശ്യം. ഇപ്പൊ dy/dx പറയുമ്പം dy/dθ dx/dθ നമുക്കറിയാം. അപ്പം x ഓക്കെ ആണ്, y ഓക്കെ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, dx/dθ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുക. a into 1 minus cos θ കിട്ടും. dy/dθ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ a into മൈനസ് സൈൻ θ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ രണ്ടും തമ്മിൽ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പൊ കിട്ടുക നിങ്ങൾക്ക് മൈനസ് സൈൻ θ/1 മൈനസ് കോസ് θ ആണ് കിട്ടുക. അത് മാത്രം എഴുതി വെക്കണ്ട, ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. ബിക്കോസ് എത്ര മാർക്ക് ഉണ്ട് ഇതിന്, 3 മാർക്ക് ഉണ്ടല്ലോ. അപ്പൊ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നോക്കുക. ഈ കാണുന്ന നമുക്ക് സൈൻ 2θ ആണെങ്കിൽ 2 സൈൻ θ കോസ് θ എഴുതാൻ പറ്റും. സൈൻ θ ആണെങ്കിലോ 2 സൈൻ θ/2 കോസ് θ/2 എഴുതാൻ പറ്റും. 1 മൈനസ് കോസ് θ ആക്ച്വലി ആരാണ്, 2 സൈൻ സ്ക്വയർ θ/2 ആണ്. അപ്പൊ മേലെ സൈൻ θ/2 ഉണ്ട്, താഴെ ഉണ്ട്, കട്ട് ചെയ്യാം, 2 കട്ട് ചെയ്യാം. സോ മൈനസ് കോസ് θ/2 ബൈ സൈൻ θ/2 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഇറ്റ് ഈസ് മൈനസ് കോട്ട് θ/2 ആയിരിക്കും ഫൈനൽ ആൻസർ. അപ്പൊ ഇതാണ് മക്കളെ നമ്മുടെ +2 പേപ്പർ. ഭയങ്കര ടഫ് എന്ന് പറയാൻ പറ്റില്ല പേപ്പർ അല്ലെ, കുഴപ്പമൊന്നുമില്ലാണ്ട് നമുക്ക് എഴുതാൻ പറ്റിയ പേപ്പർ തന്നെയാണ്. ഇനി ആർക്കെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ടൈം എക്സാമിന് വരുമ്പോൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ ഓണം എക്സാമിനോട് മാത്തമാറ്റിക്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യുക, നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് സൂപ്പറായിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. ഇത് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉഷാറാക്കാൻ വേണ്ടി നോക്കുക. അതേപോലെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന മാർക്ക് എത്രയാണ്, ഇത്രയും ആൻസർ ഒക്കെ കാണിച്ചെന്നല്ലോ, എത്രയാണ് മാർക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ത് ചെയ്യുക, മക്കളെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നോട് കൂടെ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവരും വീണ്ടും കാണാം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ.